ശരിക്കും അത് കഴിഞ്ഞിട്ട് സമയം പോലെ ഒന്ന് പോയി നേരെ കണ്ടാൽ നല്ല. എല്ലാവർക്കും അറിയാവുന്ന സാധനം ഇതൊരു ട്രിക്കാണ്. നമ്മൾ ഒരു ഭിത്തി ഉണ്ടാക്കി ഫുള്ള് സാധനം സെറ്റ് ചെയ്ത്, അതായത് കേബിൾ മേടിച്ച് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം സിവിൽ ടീമും പിന്നെ മേളോട്ടുള്ള ഭാഗം പ്രീകാസ്റ്റ് ടീമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ 2 ടീമുമാണ്. നമുക്ക് കോർഡിനേഷൻ വരുന്നത് ഒന്ന് സിവിൽ ടീമുമായിട്ടും വരും, 2 പ്രീകാസ്റ്റുകാരുമായിട്ടും വരും. ഇനി ഇതിൻ്റെ 3ാമത്തെ ഭാഗം ഹോളോകോർ. അത് ഹോളോകോർ എന്ന് പറഞ്ഞാൽ വേറൊരു ഡിവിഷനാണ്. മീൻസ് പ്രീകാസ്റ്റിൻ്റെ തന്നെയാണ്, അത് വേറെ പ്രൊഡക്ഷനാണ് നടക്കുന്നത്. അതിന് മേളിൽ അടുത്തത് വെക്കുന്നു, വീണ്ടും ഹോളോകോർ, വീണ്ടും സിവിലുകാർ വരുന്നു, ബാക്കിയുള്ള അവരുടെ പെയിൻറ്റിങ്, അതിന് മേലുള്ള കോൺക്രീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു, പണി തീർക്കും. അതാണ് ബേസിക് സാധനം പ്രീകാസ്റ്റ്. പ്രീകാസ്റ്റിൽ ഹോളോകോർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പാലറ്റാണിത്. അതായത് ബെഡ് എന്ന് പറയും. അതായത് ഒരു ബെഡ് ആണെങ്കിൽ ഏറ്റവും മോസ്റ്റ് ഫിനിഷ് സർഫസ് ഇതായിരിക്കും. സോ ഒരു എക്സ്റ്റേണൽ പാനലാണെങ്കിൽ എക്സ്റ്റേണൽ ഫേസ്, ഇപ്പോൾ ഒരു പാനലിൽ എക്സ്റ്റേണൽ പാനൽ ഇതും ഇന്റേണൽ ഇതും ആണെങ്കിൽ ഈ എക്സ്റ്റേണൽ മോസ്റ്റ് ഫിനിഷ് ഫേസ് ആയിരിക്കും. അതായിരിക്കും നമ്മൾ ഈ ബെഡിൽ ഇടുന്നത്. ഈ ബെഡിൻ്റെ പേരാണ് നമ്മൾ മോൾഡ് ഫേസ് എന്ന് പറയുന്നത്. അതായത് മോൾഡിൽ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഫേസിനെ നമ്മൾ മോൾഡ് ഫേസ് എന്ന് പറയും. അതിൻ്റെ ബാക്കിലെ ഫേസ് നമ്മൾ ബാക്ക് എലിവേഷൻ എന്ന് പറയും. ആ സാധനത്തിനെ നമ്മൾ 2 കളറായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം ഒരു പണിക്കാരന് ഒരു ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫേസിൽ വരുന്ന ഏതാണ്, അതിൻ്റെ ബാക്ക് ഫേസിൽ വരുന്ന ഏതാണെന്നുള്ളതിന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കളർ വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് ഡ്രോയിങ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. ഇത് രണ്ട് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പിന്നെ പറഞ്ഞ പോലെ മോൾഡ് ഫേസ്, അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മോൾഡിലോട് ചേർന്ന് ഇറങ്ങുന്നത് ഇതാണ് മോൾഡ്. ഇത് ബെഡ്, ഇതാണ് ആ പാനലിൻ്റെ ബോൾഡ്. അതായത് ഇതാണെങ്കിൽ ഈ കറുത്ത സാധനം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ബെഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് മോൾഡ്. അതിനുള്ളിൽ അതിൻ്റെ സ്റ്റീലിൻ്റെ ഡീറ്റെയിൽസ് പ്രീകാസ്റ്റ് ഡിസൈൻ അനുസരിച്ച് തരും, അതനുസരിച്ച് വെക്കും. നമ്മൾ ഓപ്പണിങ് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അവർ ഒരു തെർമോക്കോളിൽ അവരതവിടെ കട്ട് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു വുഡൻ ബോക്സ് ആയിരിക്കും, അത് വെക്കാറുണ്ട്. മോൾഡ് ഫേസ് ആണ് നമ്മൾക്ക് ഏറ്റവും ഫിനിഷ് ഫേസും. അതിനാണ് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നത്. ബാക്ക് എലിവേഷൻ നമ്മൾ റെഡ് കളർ കൊടുക്കും. മനസ്സിലായല്ലോ? ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ പിന്നെ ഡ്രോയിങ്ങിൽ നമുക്ക് പാനൽ തരുമ്പോൾ നമുക്ക് മോൾഡ് ഫേസ് മനസ്സിലാക്കുന്നതിന് അവർ വ്യൂ എന്ന് എഴുതിയിരിക്കും. അതായത് പ്ലാനിൽ ആരോ മാർക്ക്, ഒന്നിൽ ഒരു ട്രയാങ്കിളിൻ്റെ ആരോ മാർക്ക് അല്ലെങ്കിൽ വ്യൂ എന്ന് എഴുതിയിരിക്കുക സാധനം. അങ്ങനെയാണ് നമ്മൾ മോൾഡ് ഫേസ് ചെയ്താൽ ബാക്ക് എലിവേഷൻ ഡ്രോയിങ്ങിലെ പ്ലാനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഫേസ് ചെയ്തായിരിക്കും നമ്മൾ ഡ്രോയിങ്സ് വരയ്ക്കുന്നത്. ഓക്കെ, പ്ലാൻ വരുമ്പോൾ നമ്മളത് തിരിച്ചു വെച്ചിട്ട് അങ്ങനെ അത് നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ആ പ്രൊജക്ഷൻ എടുക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾ വെച്ചിട്ടാണ് വരയ്ക്കുക. സ്റ്റീൽ യാർഡിൽ അവർ സ്റ്റീൽ ഫിക്സ് ചെയ്യുന്നത്, അതായത് 2 റോ ഇതുണ്ടാവും. അതായത് ഒരു എക്സ്റ്റേണൽ പാനലാണെങ്കിൽ ആദ്യം ഒരു ബാക്ക് അനുസരിച്ച് ആദ്യം ഒരു ലെയർ ഇടും. ഇതിന് താഴെയാണ് നമ്മളുടെ, അല്ലെങ്കിൽ ഇതിന് താഴെയും ഇതിന് മുകളിലുമായിട്ടാണ് ഫസ്റ്റ് ലെയർ വർക്ക് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിനെ കുറിച്ച് പറഞ്ഞാൽ 3 സമയത്ത് വർക്കുണ്ട് നമുക്ക്. അതായത് ആദ്യം ഈ ലെയറിൻ്റെ താഴെ വരുന്ന എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ കോൺട്യൂട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫേസ്, അതായത് നമ്മളിപ്പം വാട്ടർ സപ്ലൈയുടെ തെർമോക്കോൾ പോകണം. അപ്പോൾ നമുക്ക് ഇത് അതായത് 75 സെൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പോൾ ഇതും നമ്മളുടെ ഗ്യാപ്പ് 5 സെൻറ്റി കാണത്തുള്ളൂ. ആ സെക്ഷൻ നോക്കി അറിയാം. എല്ലാ പ്രീകാസ്റ്റ് പാനലിൻ്റെയും കുറച്ച് മുമ്പോട്ട് പോയി കാണിച്ചു തരാം. ഇതിന് താഴെ ഒരു സെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് ഏതാ ഫേസും പിന്നെ ഈ ഗ്രില്ല് ഈ മെഷീൻ നമ്മളുടെ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് വെക്കേണ്ട സർവീസുകളുണ്ട്, അതിൻ്റെ പുറകിൽ പോകുന്ന സർവീസുകളുണ്ട്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളായിരിക്കും ഇവിടെ വർക്ക് ചെയ്യണം. ഈ മെഷീൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ വെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ ഈ മെഷീൻ ചേർത്ത് മെഷീൻ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അതിനടിയിൽ കൂടെ അല്ലെങ്കിൽ അതിന് മുകളിൽ കൂടെ വർക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ ഫസ്റ്റ് ലെയർ കോൺക്രീറ്റ് വീഴും. അത് കഴിഞ്ഞിട്ട് അതിന് മേലെ ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻസുലേഷൻ വരും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ബാക്ക് എലിവേഷനിലെ കോൺട്യൂട്ടുകളെല്ലാം വർക്ക് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ടാണ് മേളത്തെ കോൺട്രാക്ട്. അങ്ങനെ മൂന്ന് പ്രോസസ്സിലാണ് ഈ സാധനം കാസ്റ്റ് ചെയ്യുന്നത്. മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. അപ്പം മെഷ് എന്നുള്ള രീതിയിൽ ഇതാണ് അവർ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാനൽ. ഈ പാനറ്റിനകത്ത് ഇടുന്ന മെഷാണ് ഈ ബെഡിന്റെ
ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന സ്റ്റീലാണ് കാണുന്നത്. സ്റ്റീലായി തരും. പിന്നെ ഇത് നമ്മളുടെ ഓപ്പണിങ്സ് നമ്മൾ വെക്കുക, തെർമോക്കോൾ വെച്ചിട്ടായിരിക്കും. ഒരു AC ഓപ്പണിങ്ങോ നമ്മളുടെ എന്ത് ഓപ്പണിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് നമുക്ക് ഇതുപോലെ ഇരിക്കും. ഇത് നമ്മൾ സൈറ്റിൽ ഡീസൽ വെച്ച് റിമൂവ് ചെയ്യും. അതുവഴി നമ്മുടെ ഡക്റ്റാണോ റിട്ടേൺ ആണോ ഇല്ലാണോ എന്താണെന്ന് വെച്ചാൽ അത് പാസ് ചെയ്യും. അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് ഇതാണ് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പാനിൻ്റെ. ഇപ്പോൾ ഈ റെഡ് ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് ഈ ഫേസിൽ വരുന്നതാണ്. മുമ്പോട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതാണ് ഈ സെയിം റിപ്ലിക്കയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ വരച്ചു കൊടുക്കുന്ന പാനൽ. അത് സൈറ്റിൽ ഫസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇതവർ തിരിച്ചിട്ടടിച്ചേക്കണം. അതായത് ഇത് നമ്മളുടെ ഇതിൽ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡ്രോയിങ് നേരെ മിറർ അടിച്ചിട്ടാണ് അത് വരക്കുന്നത്. കുറച്ച് ഡെപ്തായിട്ടുള്ള പോർഷനാണ്. അത് ഇപ്പം മനസ്സിലാക്കണം. അത് നമുക്ക് ഇവിടെ അതുമായിട്ടൊരു ഇതും വരുന്നത് സൈറ്റിൽ ഇരിക്കുന്ന, അത് റീകാസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് അതിൻ്റെ ഇഷ്യൂസ് പ്രൊഡക്ഷൻ തൊട്ടുമ്പോൾ അതിപ്പോൾ നമ്മൾ ബോധർ ചെയ്യേണ്ട. അപ്പം ഇതിപ്പോൾ നേരെ എടുത്തു കഴിഞ്ഞാൽ ഇത് ബാക്ക് എലിവേഷൻ വന്ന സാധനമാണ്. അപ്പം ബാക്ക് എലിവേഷൻ ഇപ്പോൾ അവർ നേരെ വെച്ച് അടിച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ബാക്ക് എലിവേഷനിൽ വരുന്ന കോൺട്രിബ്യൂട്ടുകളാണ് ആദ്യം കണ്ടോ. കോൺക്രീറ്റ് വീണിട്ടില്ല, അതിന് മുമ്പ് കോൺക്രീറ്റ് വീണിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് വീണിട്ടുണ്ട്. ഈ പീസുകൾ ഫുള്ളായിട്ട് ഒറ്റ അടി ചെയ്തേക്കാം. ഒറ്റ കാസ്റ്റിംഗ്, ചെറിയ പാനലാണ്. ഇത് തിക്കുന്നതാണ് 120യുടെ പാനലാണ്. അങ്ങനെ ഡബിൾ കാസ്റ്റിംഗ് ഇല്ല, ഇതിനിടയ്ക്ക് ഇൻസുലേഷൻ ഇല്ല. ഇത് ഒറ്റ കാസ്റ്റിംഗിൽ ഒറ്റ മെഷീനായതുകൊണ്ടാണ് ഇത് ഒറ്റ വർക്ക് ചെയ്തേക്കാം. ഇത് ഈ സ്റ്റീലിന് താഴെ പോയേക്കുന്നത് ബാക്ക് എലിവേഷനിൽ പോയേക്കുന്ന സാധനം ഈ ഗ്രീൻ എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. കാണാം. അപ്പം ഫ്രണ്ട് ഫേസിൽ കാണുന്നതാണ് അവർ ഇത് വെച്ചേക്കുന്നത്. ബാക്ക് സൈഡിലാണ് അവർ ഏറ്റവും എനിക്കൊന്ന് ഫിനിഷ് സർഫസ് അവർക്കാണ് ആ സമയത്ത് ബാക്ക് സൈഡിലാണ് വേണ്ടത്. അതേപോലെ ഞാൻ വേറെ ഒന്നും ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അത് വെച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സാധനം ചെറിയ പാനലായതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ഇതിനിടയ്ക്ക് ഇൻസുലേഷൻ ഉള്ള പാനലാണ് നമുക്ക് ബാക്കും ഫ്രണ്ടും കറക്റ്റായിട്ട് കിട്ടിയാണ്. ഇത് ഇപ്പോൾ ടോയ്ലറ്റിൻ്റെ പൈപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തേക്കണം. അതായത് ഷട്ട് ഓഫ് ഇതിൻ്റെ മിക്സറിൻ്റെ തെർമോക്കോൾ നമ്മൾ വെക്കുമെന്ന് പറഞ്ഞ് താഴെ ആ തെർമോക്കോളാണ്. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന തെർമോക്കോൾ. അവർ ഇതുപോലെ മെഷർമെൻ്റ് അനുസരിച്ച് സൈറ്റിൽ വെക്കും. ഇത് മിക്സർ വരുന്ന ഭാഗം, ഇത് ആ ഷവറിൻ്റെ ഹെഡിലേക്ക് പോകുന്ന ഇൻസൈഡ് പോകുന്ന ലൈൻ. നമുക്കിപ്പോൾ പുറത്തേക്കൂടെ ഉള്ളതാണ് മൊത്തം നടക്കുന്നത്. ഇൻസൈഡ് പോകുന്ന ലൈനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കോൺട്രിബ്യൂട്ടർ ഇത് ടോയ്ലറ്റ് ഏരിയയുടെ ഒരു പാനലാണ്. പിന്നെ തെർമോക്കോൾ കൊണ്ടുപോകുന്ന ഒരു കാസ്റ്റിംഗ് വീഡിയോ ഉണ്ടോ അറിയാമോ? പാലം പോകുന്നത് പോയിട്ട് ഫസ്റ്റ് ഇതുപോലെ അരിയും കിട്ടണം. ഇത് തലയിലാക്കിയിട്ട് സൈറ്റിൽ ഇപ്പോൾ കണ്ട പാനലിൻ്റെ തൂക്കിയെടുത്തിട്ട് ആർക്കൊണ്ട് സേവ് ചെയ്യും. എന്നിട്ട് ഒരു നമ്പർ എഴുതി വെച്ചേക്കും. ഏത് നമ്പർ ഇപ്പോൾ നമുക്ക് തരുന്ന പാനലിൻ്റെ നമ്പർ ഉണ്ടാവും, റെഫറൻസ് നമ്പർ. ഇത് നമുക്ക് ഇന്ന് കാണിച്ചിട്ടില്ല. GNW 80 അത് അവരുടെ കോഡാണ്. ആ സെയിം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ നമ്പർ എഴുതിയിട്ടാണ് ഇവർ കൊണ്ട് സേവ് ചെയ്ത് വെക്കും. പിന്നെ അവിടെ നേരെ കറക്ഷന് പോകുന്ന സാധനമാണ്. പിന്നെ നെക്സ്റ്റ് ഹോളോക്കോർ ഞാൻ ഡ്രോയിങ് വെച്ചിട്ടുണ്ട് പറഞ്ഞത്. ഇതാണ് ഹോളോക്കോർ. നമ്മൾ ഇതിന് മേലെ വരുന്ന പോർഷൻ നമ്മുടെ സ്ലാബിന് പകരം ഹോളോക്കോർസാണ് അത് അറേഞ്ച് ചെയ്തത്. ഇത് ഇങ്ങനെ വീതി ഇടും. ഇത് ഇങ്ങനെ ഈ വീതിക്ക് വെച്ചിട്ടാണ് അവർ വലുതും ചെറുതും ഹൈറ്റും വെച്ചിട്ട് അറേഞ്ച് ചെയ്യും. ഈ ഹോളോക്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകം ഹോളോ ആയിരിക്കും. ഈ എൻഡ് തെർമോക്കോൾ വെച്ച് 2 എൻഡ് വരെ അടച്ചു വെച്ചത്. പക്ഷെ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോളാണ്. ഈ സ്ട്രാൻഡിൻ്റെ ഇതാണ് സ്ട്രാൻഡ്സ്. അതായത് ഇതിൽ കാണാൻ പറ്റും. നമ്മുടെ സ്ട്രാൻഡിട്ട് ഇവിടെ ടൈറ്റൻ ചെയ്ത് വെച്ചേക്കും 2 എൻഡിൽ. നല്ല ലോങ് ആണ്. മീറ്റർ എനിക്കറിയില്ല. നല്ല ലോങ് ആണ്. ആ ലോങ്ങിൽ ഫുള്ളായിരിക്കും കാസ്റ്റിംഗ് നടക്കുന്നത്. ഫുൾ മെഷീൻ കാസ്റ്റിംഗ് ആണ്. ഈ സ്റ്റാൻഡുകൾ 2 സൈഡിൽ മെഷീൻ, ഒരു സൈഡിൽ ഫിക്സഡും ഒരു സൈഡിൽ ബെഞ്ചിങ് മെഷീൻ വെച്ച് ടൈറ്റ് ചെയ്ത് നിർത്തിയതായിരിക്കും. ഈ സ്റ്റാൻഡുകൾ കട്ടാവാൻ നമ്മൾ അത് കട്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെങ്ത് പോകും. അപ്പോൾ ഇത് കട്ടാവാതെ നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്ത് വേണം
താഴേന്ന് വരുന്നൊരു ഇതുണ്ടോ, ഇതിങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഒരു ഹോളോകോർ ഇങ്ങനെ ഇരിപ്പുണ്ടാവും, ഇങ്ങനെ ഇങ്ങോട്ട് ഇരിപ്പുണ്ടാവും. ഈ ഇരിക്കുന്നിടത്ത് ആ സ്റ്റാൻഡ് വരുന്നുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ഒഴിവാക്കി വെക്കാൻ പാടും. അതിന് നമ്മൾ വളയ്ക്കും. ഇത് നേരെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും. പക്ഷെ നമുക്ക് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അത് റൈറ്റിലോട്ട് മാറ്റിയിട്ട് നമ്മൾ വെക്കണം. ചിലപ്പോൾ ഒന്നിനും മേളിൽ ഒരു വാള് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഇഷ്യൂസ് ഉണ്ടാവും. സ്റ്റാൻഡിങ് ഇഷ്യൂസിന് നമ്മൾ ചെറിയ ചേഞ്ചസ് എടുത്തത് നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ വരുന്ന കോറിംഗ് ആണ്. അതായത് നമ്മുടെ എല്ലാ ഇലക്ട്രിക്കൽ സർവീസസിനൊക്കെ ഇവിടെ കോറിങ്സ് വരും. ഇലക്ട്രിക് മേലെ നമ്മൾ കൊണ്ടുപോയിട്ട് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടെയാണ് കോർ ചെയ്ത്. ഈ സ്റ്റാൻഡ് നമ്മൾ കട്ട് ചെയ്യാറില്ല. സ്റ്റാൻഡ് വരുന്നത് മാക്സിമം നമ്മൾ ഒഴിവാക്കും. അതായത് നമ്മൾ WC ഫ്ലോ ട്രാപ്പ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതനുസരിച്ച്. പക്ഷെ ചിലപ്പോൾ ടൈൽ സെൻറ്റർ കിട്ടാറില്ല. ആ സമയം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കും. നമ്മൾ R&D മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ഈ സ്റ്റാൻഡിൻ്റെ ഒഴിവാക്കിയിട്ട് വീണ്ടും ഡിസൈൻ ചെയ്യും. ഇത് വിസ്റ്റാൻഡ് ചെയ്യുമെന്ന് നോക്കി വിസ്റ്റാൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ പറയാം നമുക്ക് ആ ഫോട്ടോഗ്രാഫി ലൊക്കേഷൻ പറ്റത്തില്ല, നിങ്ങളത് മാറ്റി പറ്റുള്ളൂ. അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ പറയാം കട്ട് ചെയ്ത് കുഴപ്പമില്ലാന്ന് പറയും. എന്നിട്ട് ഇത് 1 സ്ട്രെച്ചിൽ കാസ്റ്റ് ചെയ്തിട്ട് റിക്വയർഡ് ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അവർ നമ്മൾ പറയുന്നിടത്ത് അവർ ഈ ഓരോ ബെഡിൽ ഇങ്ങനെ ലൈൻ ഇട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ പാനലിൽ അവിടെ അവർ ആ കോൺക്രീറ്റ് അവിടെ വെച്ച് മേളത്തേൽ കുത്തിക്കളയും. മേളിൽ താഴെയും കുത്തിക്കളയും. ചിലപ്പോൾ അത് താഴെ കിട്ടത്തില്ല, താഴെ ചിലപ്പോൾ അവർക്ക് കുത്താൻ പറ്റില്ല. കാരണം ഇത് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അത് പോകത്തില്ല. താഴെ നമ്മൾ സൈറ്റിൽ വരുമ്പോൾ കോറിംഗ് മെഷീൻ വെച്ച് അടിച്ചാൽ കളയത്തുള്ളൂ. പക്ഷെ മേളത്തെ അത് ഇവിടെ ഓപ്പൺ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഹോളോകോർ റെസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് നിപ്പ്. ഇതിനടിയിൽ ഒരു നല്ല സ്റ്റീൽ കട്ടിങ് ഉണ്ടാവും, എഴുതുണ്ടാവും ഇവിടെ. അതായത് ബീം പോലെ ആക്ട് ചെയ്യുന്ന ഭാഗമാണ് നിപ്പ്. ഇവിടെ നമുക്ക് ഓപ്പണിങ്ങോ കട്ടിങ്ങോ കൊടുക്കാൻ അവർ സംഭവിക്കാറില്ല. പിന്നെ നമ്മുടെ വേസ്റ്റ് കണ്ടീഷനിൽ മാത്രം അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഇത് രണ്ടായിട്ട് നോക്കിയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അപ്രൂവൽ തരും. അത് ചെയ്യാൻ പറ്റുന്നു. ആ കാണുന്ന ഭാഗമാണ് ഈ ഹോളോകോർ വന്ന് റെസ്റ്റ് ചെയ്തത് ഇവിടെയാണ്. ഒരു കോൺട്യൂട്ട് ഇവിടുന്ന് കയറി വന്ന് ഇവിടെ വരെ ആയിരിക്കും നമ്മൾ കാണിച്ചു തരുന്നത്. ഇവിടെ നിന്ന് മേളിലോട്ടേക്ക് പോയിട്ട് വേണം സ്ലാബിൽ കൂടി ആ കോൺട്യൂട്ട് ഡീപ്പിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്യൂട്ടേക്കാണോ ആ സർക്യൂട്ടിലേക്ക് പോകാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നതിൽ നമ്മൾ ഒന്നിനും അവിടെ കോറിങ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്പണിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, നോച്ചെന്ന് പറയും. ആ നോച്ച് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് അതുവഴി കറക്റ്റായിട്ട് സീറ്റാവും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് സൈറ്റിൽ അവർ മാനേജ് ചെയ്യും. അത് മാക്സിമം കിട്ടും. എന്നിട്ട് അത് മേലെ കൂടെ എടുത്തിട്ട് വേണം സ്ലാബിൽ കൂടി അവർ ആ സർക്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് ബേസിക്. ഞാൻ അപ്പൻ്റെ അടുത്ത് പോകുന്നത്. അതിന് മുമ്പായി നമ്മൾ ചെയ്യേണ്ട കാര്യം സാറ് പറഞ്ഞതനുസരിച്ച് കോർഡിനേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കോർഡിനേഷൻ ചെയ്യുന്നത് എന്തിനാണ്. ബിസിനസ് വർക്കിൻ്റെ ബിസിനസ്സിൽ എന്തിനാണ് നമ്മൾ കോർഡിനേഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ കോർഡിനേഷൻ അതല്ല. നമ്മുടെ ഈ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ സർവീസ് വരുന്നുണ്ടോ, അവിടെ ഒരു വില്ല എടുത്താൽ വില്ലയിൽ എന്തൊക്കെ സാധനം വരുന്നുണ്ടോ അത് മൊത്തം ഇതിനകത്ത് കൊണ്ടുവച്ചാൽ മാത്രമേ, ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കൊണ്ടുവച്ചാൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ വരുന്ന എല്ലാ സാധനവും. പിന്നെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് എന്തെങ്കിലും കോൺട്യൂട്ടോ എന്തെങ്കിലും ലൂപ്പോ കയറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെയും നൊട്ടേഷൻ, മീൻസ് അതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ കോൺട്യൂട്ട് നമുക്ക് മിസ്സായിപ്പോകും. ഈ കൊണ്ട് ഓരോ ഷോപ്പ് ഡ്രോയിങ്ങുകൾ നമ്മൾ ആഡ് ചെയ്ത് അറ്റാച്ച് ചെയ്താണ് ഈ കോർഡിനേഷൻ. നമ്മൾ ഇതുപോലെ ഇതിലും വലുത് വലയാണ് സ്കൂളിൻ്റെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. ഇതിനകത്ത് ഇന്നിപ്പം നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, കാരണം നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് ഇന്നൊത്തിരി പോകേണ്ട ആവശ്യമില്ല. ഇതിൽ ഞാൻ പാനൽ കണ്ടോ, ഞാൻ പറഞ്ഞ ആദ്യം ഈ ഒരു പാനൽ എക്സാമ്പിൾ എടുത്താൽ ഈ പാനലിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് എല്ലാവരും അപ് ടു ഇറക്ഷൻ ഇതാണ് നമ്പർ. ഇറക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നോ ഇത് വലിയ അപ് ടു ഇറക്ഷൻ. ഈ പാനലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. അവിടെ നിന്ന് വിളിച്ചു വെച്ചാൽ എവിടെ നിന്ന് വിളിച്ചു വെച്ചാൽ ഇത് നോക്കിയിട്ടാണ് നമ്മൾ റെഫറൻസ് പറയേണ്ടത്. ഈ വ്യൂ എഴുതിയേക്കുന്നതാണ് മോൾഡ് ഫേസ്. നമ്മുടെ മോസ്റ്റ് ഏറ്റവും ഫിനിഷ് വരേണ്ട ഭാഗം ഏതാണോ അതാണ് മോൾഡ് ഫേസിലെടുത്ത് നമുക്ക് ഈ എക്സ്റ്റേണൽ ഫിനിഷ് കിട്ടാനുള്ളത് കൊണ്ടാണ് ഈ എക്സ്റ്റേണലിലെ വാളുകൾ മിക്കവാറും അവർ വ്യൂവിലായിരുന്നു തരുന്നത്. ഇനി R&D ഈ വ്യൂ തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ വ്യൂ മേടിച്ചിട്ട് മാത്രം വരയ്ക്കുക. നമുക്കറിയാമായിരിക്കും ചിലപ്പോൾ ഒരു കട്ടിങ് വെച്ചിട്ട് നമുക്കറിയാമായിരിക്കും ഇത് വരച്ചേക്കുന്നത് അകത്തു നിന്നാണ് അല്ലെങ്കിൽ പുറത്തു നിന്നാണ് നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മളത് വെച്ച് വർക്ക് ചെയ്തത് R&Dയുടെ കോർഡിനേറ്റർ ആരാണോ അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്റർ അവരോട് പറഞ്ഞ് അത് നമുക്ക് വിളിക്കാൻ ഡയറക്റ്റ് വോയിസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുക. ഇതിൻ്റെ ഫേസ് ഏതാണ് അല്ലെങ്കിൽ വ്യൂ ഏതാണ് എന്നുള്ളത് നമ്മൾ മേടിച്ചിട്ട് മാത്രം നമ്മൾ വർക്ക് ചെയ്യാം. അതിനുശേഷം ഇൻറ്റേർണൽ പാനലിന് വ്യൂ അവർ തരണം. നമുക്ക് ഈ എക്സ്റ്റേണൽ ആക്ടിവിറ്റീസ് നമുക്ക് ഇങ്ങനെ പറഞ്ഞ ഒരു റെഫറൻസ് നമുക്ക് എടുക്കാം. പുറത്തുനിന്നാണോ
എന്ന് ചോദിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യും. ഇൻറ്റേർണൽ നമുക്ക് ഒരു കാരണവശാലും എടുക്കാൻ പറ്റില്ല, കാരണം ഇൻറ്റേർണൽ ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും എല്ലാം വരും. അതിൻ്റെ ഫേസ് ഫിനിഷ് കൂടുതൽ ഏതാ വേണ്ടതെന്ന് അവരാ തീരുമാനിക്കുക, നമ്മളല്ല, ആരണ്ടിക്കാരെ തീരുമാനിക്കുക. അതുകൊണ്ട് വ്യൂ കിട്ടാതെ നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു പ്ലാൻ ഈ പ്ലാൻ ഇതിൻ്റെ ഈ വ്യൂ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ MF മോൾഡ് ഫേസ് സൈഡ്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ വരുന്ന സർവീസസിൻ്റെ കളർ എന്തായാലും കൊടുക്കേണ്ടത് ഗ്രീൻ ആയിരിക്കണം. ഇതിൻ്റെ ബാക്ക് എലിവേഷനിൽ വരുന്ന സർവീസസിൻ്റെ കളർ റെഡ് ആയിരിക്കണം. അതിലാണ് അവർ മനസ്സിലാക്കുന്നത്. പിന്നെ സോക്കറ്റിൻ്റെ ഹൈറ്റും ഈ സ്വിച്ചിൻ്റെ ഹൈറ്റ്, സോക്കറ്റിൻ്റെ ഹൈറ്റ് എല്ലാം നമ്മൾ ഇനിഷ്യലി തന്നെ റെഫറൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പം ബെഡ് സൈഡ് വരുന്നതായത് ഇത് ഈ ടേബിളിൻ്റെ തൊട്ട് മേലെ വന്നാൽ മതി. സാധാരണ ഒരു സ്വിച്ചിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ, ഇവിടെ വരുന്ന സ്വിച്ചിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ 1.3 ഒക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈറ്റുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈബ്രറി ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എടുക്കാം. പിന്നെ ഇതിൻ്റെ കോൺട്യൂട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് സർക്യൂട്ടുകൾ നമ്മൾ 20 mm കോൺട്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബേസിക്സ് ആണ്. പവർ സർക്യൂട്ട്, അതായത് പവർ വരേണ്ട സർക്യൂട്ടുകളെല്ലാം നമ്മൾ 25 mm കോൺട്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടെലിഫോൺ നമ്മൾ 25 mm ആണ്. ഫയർ അലാറത്തിന് നമ്മൾ 25 mm കോൺട്യൂട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്രെയിനേജിൻ്റെ ഓഫീസ് നിങ്ങൾക്ക് അറിയാം, 50 mm ഡയ പൈപ്പാണ് നമ്മൾ ഡ്രെയിൻ പൈപ്പിനിടുന്നത്. ഒരു 1 ഇഞ്ച് എന്ന് നമ്മൾ എഴുതി വെക്കും. AC ഡ്രെയിൻ്റെ പൈപ്പിന് 32 പൈപ്പോ 25 പൈപ്പോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സൈറ്റിൽ മെറ്റീരിയൽ അനുസരിച്ച് 1 ഇഞ്ച് പൈപ്പെന്ന് നമ്മൾ എഴുതും. അതുപോലെ തന്നെ വാട്ടർ ഹീറ്ററിന് ഡ്രെയിൻ ഉണ്ടോ എന്നുള്ളത് സൈറ്റിലെ പ്രൊജക്റ്റിൻ്റെ ബേസ് അനുസരിച്ചാണ്. എല്ലാ പ്രൊജക്റ്റും ചിലപ്പോൾ വാട്ടർ ഹീറ്ററും ഡ്രെയിൻ കാണത്തില്ല. ആ വാട്ടർ ഹീറ്റർ ഡ്രെയിൻ നമ്മൾ കൺഫേം ചെയ്തിട്ട് വേണം പാനിലിടാൻ. ചിലപ്പോൾ ഒരു പ്രൊവിഷൻ ഇടാൻ പറയും. ആ പ്രൊവിഷൻ മാക്സിമം പ്രൊവിഷൻസ് നമ്മൾ കൊടുത്തേ പാനിൽ ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് കുറച്ച് വില്ലകളുടെ പ്രോജക്റ്റാണ്. കുറച്ച് പാനലുകൾ വില്ലകൾ നമ്മൾ പ്രൊവിഷൻസ് പറയും കൊടുത്തേ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വേണ്ട മോക്കപ്പ് കംപ്ലീറ്റ് ആയി കഴിയുമ്പം അവർ പറയും ഇത് വേണ്ട ഒഴിവായിക്കൊണ്ട് പറയും. നമ്മൾ ഈ പാനൽ വീണ്ടും ഈ ഡ്രോയിങ്ങുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് നമ്മൾ പൈസ നോക്കാൻ കോസ്റ്റൂടെ നോക്കണം. അപ്പോൾ അത് കുറച്ചേ നമ്മൾ കൊടുക്കാറുള്ളൂ. പിന്നെ ഓപ്പണിങ്സ് ഇനി ഇപ്പം ഇവിടെ നടന്നു വരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-ൻ്റെ ഡ്രോയിങ്സ്, AC ഡിവിഷനിൽ നിന്ന് AC-ൻ്റെ ഓപ്പണിങ്സ് ഒക്കെ വരും. നമ്മൾക്ക് വരേണ്ടത് നമ്മൾ ചെയ്യുന്ന ഇലക്ട്രിക്കലും ഫയർ, സ്കൂൾ വന്നു കഴിഞ്ഞാൽ ഫയർ, ബാക്കി എല്ലാ സർവീസും AC-ൻ്റെ മാത്രമേ ഉള്ളൂ. ഇപ്പം ഡിവിഷൻ ഉള്ളതുകൊണ്ട് അവരുള്ളത് വരുന്നത്. ഈവൻ അവർ തന്നാലും ഈ VOP ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ നമുക്ക് നല്ലതായിരിക്കും, തെറ്റാതിരിക്കാൻ വേണ്ടി. നമുക്ക് അവർ തന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാം. പക്ഷേ കുറച്ചുകൂടെ അനീഷ ഒരു കാര്യം ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ റാഫ്റ്റിൽ വരുന്ന ആ കേസുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കോർഡിനേറ്റ് കൊടുക്കും, അതായത് കോർഡിനേറ്റ് കൊടുക്കുന്ന കേസ്. ഞാൻ പറഞ്ഞല്ലോ സിവിൽ പാർട്ട് ഉണ്ടെന്ന്. സിവിലിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് റാഫ്റ്റിൽ ഇപ്പം ഇതനുസരിച്ച് വാൾ തിക്കിനിങ് വന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വാൾ തിക്കിനിങ് വരുന്നു. എക്സാം വാളാണെങ്കിൽ ഇതിന് മേലെ ഇങ്ങനെ ഡവൽ. ഓക്കെ, ഡവൽ. ഈ പാനല് ഇത് സിവിൽ പാർട്ടാണ്. ഇവിടെ വരെ ഇവിടെ ഈ ഡബൽ. ഇതിന് താഴെ സിവിലിൽ നമ്മൾ എന്ത് ചെയ്യും, കോർഡിനേറ്റ്സ് എല്ലാം കൊടുക്കും. ഇത് ചെയ്യും. ഇതിന് മേലെ ഫിനിഷ്. ഈ ഡബലിലാണ് ഈ പാനൽ ഇറക്കി വെക്കുന്നത്. അതായത് ഡബിൾ പോയിന്റ്സ് ഉണ്ട്. ഇതുണ്ടോ, ഈ പാനൽ എടുത്താൽ ഇവിടെ ഡബിൾ പോയിന്റ്സ് ഉണ്ട്. ഇതുണ്ടെങ്കിൽ ഇത് ഡബിൾ പോയിന്റുകളാണ്. അതായത് ഈ ഡബിൾ ഓൾറെഡി സിവിലുകാർ കോർഡിനേറ്റ്സ് കൊടുത്തിട്ട് പൊക്കി നിർത്തിയേക്കും. അതിൻ്റെ മേലേക്കാണ് പാനൽ കൊണ്ട് ഇറക്കി വെക്കുന്നത്. ഓക്കെ, ഈ ഡബലിൻ്റെ മാക്സിമം നമ്മൾ ഈ ഡബലിൻ്റെ അടുത്ത് വലിയ തെർമോകോൾ സർവീസസ് വെക്കാറില്ല. കാരണം അതിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തെർമോകോൾ സർവീസസ് സർവീസ് വന്നില്ല, ചെറുതായി. ഇത് കൊറിഗേറ്റഡ് സ്ലീവ് എന്ന് പറയും. സ്ലീവ് അതായത് സംഭവം ഇതാണ് കൊറിഗേറ്റഡ് സ്ലീവ്. ഇത് പാനലിൽ വരുന്ന ഇതാണ്. അവല്ലെങ്കിൽ ഇത് നേരെ കൊണ്ടുവന്ന് ഇറക്കി ഇങ്ങനെ ഒക്കെ തരും. എന്നിട്ട് ഇതിനകത്തൂടി അവർ മറ്റേ ബ്ലൂ അവരുടെ ബ്ലൂ ഇടും. അതിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് അനക്കാൻ നടക്കുന്നത് പൊളിച്ചു കളയാനേ പറ്റുള്ളൂ.
പിന്നെ പൊക്കൽ നടക്കും. അപ്പം നമ്മൾ മാക്സിമം നമ്മുടെ വലിയ തെർമോക്കോൾ വെക്കേണ്ട സർവീസുകൾ വരും. അതായത് എന്തോ പറയാനുള്ള താഴേന്ന് വലിയ ഇപ്പോൾ കുറേ കോൺട്യൂട്ടർ കയറുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ കുറേ നമ്മൾ ആ ഏരിയയിൽ ഫുള്ള് തെർമോക്കോൾ വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ഇവിടെ ഡബൽ വരുന്നത് നമ്മൾ അവരെ ഇൻഫോം ചെയ്യും. DB ഒക്കെ വരുന്നിടത്ത് അല്ലെങ്കിൽ വേണ്ടുന്ന ഒരു 50-ന്റെ പൈപ്പ്, ഒരു ഇതിനകത്ത് വാട്ടർ സപ്ലൈയുടെ പൈപ്പുണ്ട്, ഒരു 50 ഒരു വാഷ് ബേസിന്റെ ഡ്രെയിന്, AC ഡ്രെയിൻ, കട്ടൗട്ട്, ഇതുണ്ടോ, ഇത് നമ്മളവരെ ഇൻഫോം ചെയ്തതാണ്. ഇതുണ്ട് ഇവിടെ ക്ലൗഡ് ചെയ്തേക്കുന്നത് ഡബൽ മൂവ് ചെയ്തതാണ്. ഇത് നേരത്തെ ഇവിടെ ആയിരിക്കും, ഡബൽ മൂവ് ചെയ്തതാണ്. ഈ സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ വാഷ് ബേസ് STP അനുസരിച്ച് അവിടെ വരാൻ പറ്റുള്ളൂ. ആ ഡബലിന്റെ കാരണത്താൽ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ക്ലാഷ് വരുന്നത് നമ്മൾ അവർ പറഞ്ഞു കൊടുക്കും. അതിനൊരു മുമ്പുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് നമുക്ക് ഈ ലേ ഔട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഡബലിൻ്റെ ലേ ഔട്ടും ഡ്രെയിനേജ് ലേ ഔട്ടും നമ്മൾ ഇമ്പോസ് ചെയ്യും. എന്നിട്ട് ഈ ഡബലിൻ്റെ അത് അടുത്തൂടെ പോകുന്നത്, അതായത് അടുത്തൂടെ അല്ല, ഡബലിൽ ടച്ച് ചെയ്ത് പോകുന്ന ലൈനുകളുണ്ടെങ്കിൽ നമ്മൾ ക്ലൗഡ് ചെയ്യും. നമുക്കത് മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മളത് മാറ്റും. നമുക്ക് മാറ്റാൻ പറ്റാത്തൊരു കണ്ടീഷൻ, ഇതുപോലത്തെ കണ്ടീഷൻ ആണെങ്കിൽ അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് അവരത് മാറ്റും. മാക്സിമം നമ്മൾ ഫസ്റ്റ് കോർഡിനേഷനിൽ ഡ്രെയിനേജ് ഇതിലിട്ട് കോർഡിനേറ്റ് ചെയ്യും. പിന്നെ ഡക്റ്റുകൾ, അതായത് ടെലികോം ഡക്റ്റ്, ഇലക്ട്രിക്കൽ ഡക്റ്റ് ഉണ്ടെങ്കിൽ അതും കോർഡിനേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുന്നതാണ് കോൺഡ്യൂട്ടുകൾ. അതൊക്കെ നമുക്ക് പിന്നെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. പാനലിൽ വരുന്ന കോൺഡ്യൂട്ടുകൾ നമുക്ക് ഇതുപോലെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതുപോലെ നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ഇതിപ്പം താഴെ ഇതിന് മുമ്പ് പോകുന്നതാണ്. ഈ കോർഡിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ റാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ DBയിൽ ഇറങ്ങുന്ന കോൺഡ്യൂട്ടർ, DBയിൽ ഒരു DB പാനൽ എവിടെയെങ്കിൽ ഇതിന്റെ പവർ സർക്യൂട്ട് താഴെ അത് പറയാം. പവർ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് പവർ സർക്യൂട്ടുകളും താഴെ കൂടെ ഫ്ലോറിൽ കൂടെ ആയിരിക്കും പോകുന്നത്, സ്ക്രീൻ ലെവലിലായിരിക്കും പോകുന്നത്. ലൈറ്റിംഗ് സർക്യൂട്ട് അല്ല, ഹൈ ലെവലിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടെ കൊണ്ട് മേലെ ഇടാനുള്ള സ്ഥലം പരിധി കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം പവറിന്റെ ഒരു DB ഇവിടെ വരികയാണ്. ഇതായിരുന്നു DB. ഇതിൽ നിന്ന് ഇത് DBന്റെ ഇൻകമർ ലൈൻ കയറി വരുന്ന കോർഡിനേറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇത്ര ഏരിയയിൽ വലിയൊരു തെർമോക്കോൾ വെച്ചിട്ടുണ്ടാവും. ഈ പോകുന്ന പവർ ഈ പോകുന്ന ഇതില്ലേ നമ്മുടെ സോക്കറ്റ് എല്ലാത്തിനും കോൺട്രിബ്യൂട്ട് ഇവിടെ നിന്ന് പോയിട്ട് അതൊന്നും നമ്മൾ കോർഡിനേറ്റ് കൊടുക്കില്ല. നമ്മൾ ഈ ലൊക്കേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. അവരെത്തി ഈ ലൊക്കേഷനിലേക്ക് 25-ന്റെ പൈപ്പുകൾ ഇങ്ങനെ എല്ലായിടത്തും കൂടി ഇവിടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എന്ത് ബഞ്ച് ഓഫ് കോൺട്രിബ്യൂട്ട് ആയിരിക്കും. ഓട്ടോൻ്റെ പോയി അത്രയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡബൽ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് പറയും ഡബൽ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യിക്കും. ഇനി താഴോട്ടിരിക്കുന്ന ഡബൽ അവർക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ നമുക്കിപ്പോൾ ഇവിടെ ഒരു പൈപ്പ് ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് നമുക്ക് പുറത്തിറങ്ങിയ മാൻഹോൾ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചോ. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇതിൻ്റെ അതായത് ഈ റാഫ്റ്റിൻ്റെ എഡ്ജിന് ഒരു 10 സെൻറ്റ് താത്തിട്ട് അവർ ബെൻഡ് ചെയ്ത് തരും. അങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ അവർ നമുക്ക് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ കൊണ്ടുപോകാനും പറ്റും. ഇനി ചെയ്യാൻ പറഞ്ഞ മോൾഡ് ഫീസ് ഓക്കെ, ഇനി വരയ്ക്കണമെന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് പോകുന്നത് പറഞ്ഞായിരുന്നു. ഇത് ആദ്യമേ പോകും കേട്ടോ. ഈ റാഫ്റ്റ് ചെയ്ത് അത് ഞാൻ പവറിൻ്റെ പറയാൻ വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ വരുന്ന ഒരു സോക്കറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഈ ബോട്ടം കൊണ്ടിട്ട് ആ സോക്കറ്റിൻ്റെ ലൊക്കേഷനിലായിരിക്കും നമ്മൾ ഈ സോക്കറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടുത്തെ കോർഡിനേറ്റ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ട് നമ്മളിവിടെ പൈപ്പ് ഇങ്ങനെ പൊക്കി നിർത്തിയേക്കായിരിക്കും. 25 mm കോൺട്യൂട്ട്സ് ഇങ്ങനെ എല്ലാ ഈ വരുന്ന സോക്കറ്റുകളുടെ താഴെ നിന്ന് വരേണ്ട എല്ലാ സർവീസുകളുടെയും AC ഡ്രെയിന് ഇതെല്ലാം ഇങ്ങനെ പൊക്കി നിർത്തിയിട്ടുണ്ടാവും. നേരെ കൊണ്ടുവന്ന് വെക്കുക, തെർമോക്കോൾ റിമൂവ് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇത്രയുള്ള പരിപാടി കേബിൾ പുള്ളി ചെയ്യും. അപ്പം നമുക്ക് എവിടെയൊക്കെ തെർമോക്കോൾ വെക്കണം, മേലെ വെക്കണം, മേലെ നിന്ന് പുള്ളി ചെയ്ത് നമുക്ക് ഇവിടെ തെർമോക്കോൾ മേലെ വെക്കേണ്ടി വരും, താഴെ വെക്കേണ്ടി വരും. ഇതനുസരിച്ച് ഇവിടെ മേലെ വെക്കേണ്ടി വരും, ഇവിടെ താഴെ വെക്കേണ്ടി വരും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2-way സർക്യൂട്ടാണ്. 2-way സർക്യൂട്ട് ആയതുകൊണ്ട് അങ്ങനെ ചെയ്തെങ്കിൽ സ്വിച്ചിനകത്ത് സർക്യൂട്ട് പറഞ്ഞാൽ ഓക്കെ പവർ പറയാം ഞാനോ. ഇത് ഈ കോർഡിനേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇത് കറക്റ്റായിട്ട് ഇവിടെ വരുന്ന പോയിന്റ് ഈ പോയിന്റ് മാച്ച് ആയിരിക്കും. ഈ തെർമോക്കോൾ റിമൂവ് ചെയ്തിട്ട് കോൺട്യൂട്ട് കണക്ട് ചെയ്തിട്ടാണ് ബാക്കിയുള്ള വയറിങ് ചെയ്യുന്നത്. ഇത്ര ഉള്ള സാധനം, സിമ്പിൾ സാധനമാണ്. അത് പറഞ്ഞ് ഇത് പോകുന്നു മാത്രം. ഓപ്പണിംഗ് AC
ബാക്കി പാനലിലേക്ക് വെച്ച് കളിച്ചു